നമസ്കാരം. ഈ പ്രപഞ്ചത്തിൽ ഒരു ശക്തിയുണ്ട്. ആ ശക്തിയെ പല മതക്കാരും പല പേരിട്ട് വിളിക്കുന്നു. പല മതത്തിൽപ്പെട്ടവർ പല രൂപങ്ങളെ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പക്ഷേ ആത്യന്തികമായി ഈ പ്രപഞ്ചത്തിൽ ഒരു ശക്തിയുണ്ട്. ആ ശക്തി നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിക്കും അത് സമയാസമയം അതവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. അത് നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. നമ്മൾ ചെയ്യുന്ന ക്രൂരകൃത്യങ്ങൾ ചെയ്ത പലരും പിന്നീട് അവരുടെയൊക്കെ അവസാനം എന്തായി എന്നുള്ളത് നമ്മൾ ചിലരുടെ കാര്യങ്ങളെങ്കിലും നമുക്ക് പരിചയത്തിലുള്ള ചിലരുടെ കാര്യങ്ങളെങ്കിലും എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. എന്ത് കുറ്റകൃത്യമാണോ അല്ലെങ്കിൽ എന്ത് പാപമാണോ അവർ ചെയ്തത്, വർഷങ്ങൾക്ക് ശേഷം അതിൽ പലരും അതേ രീതിയിൽ തിരിച്ചടിക്കത്തക്ക രീതിയിൽ അവരൊക്കെ ആ പാപങ്ങളുടെ ഫലം അനുഭവിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ കൺമുന്നിൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതുമാണ്. ഇത്തരം ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ പലപ്പോഴും കുറ്റകൃത്യങ്ങളിൽ നിന്നും തെറ്റുകളിൽ നിന്നും പാപങ്ങളിൽ നിന്നുമൊക്കെ ഒരു പരിധി വരെ നമുക്ക് ഒഴിഞ്ഞു മാറി നടക്കാൻ കഴിയും. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ മുൻ മന്ത്രി ആന്റണി രാജുവിനെ കുറിച്ചാണ്. 3 പതിറ്റാണ്ടുകൾക്ക് മുൻപ് അഭിഭാഷകൻ്റെ ജൂനിയറായി ജോലി ചെയ്യുന്ന സമയത്താണ് മയക്കുമരുന്ന് കേസിൽ പ്രതിയാക്കപ്പെട്ട് പിടിക്കപ്പെട്ട ഒരു വിദേശ പൗരൻ്റെ അടിവസ്ത്രം അടിച്ചു മാറ്റിയത്. ഈ അടിവസ്ത്രം തൊണ്ടി മുതലായി കോടതിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. കോടതി ജീവനക്കാരൻ്റെ ഒത്താശയോടുകൂടി ഈ അടിവസ്ത്രം എടുത്ത് അത് തുന്നി ചെറുതാക്കിയാണ് വിചാരണ വേളയിൽ ഇത് കോടതിയിൽ ഹാജരാക്കിയത്. ഒടുവിൽ കോടതി പരിശോധിച്ചപ്പോൾ ഇത് പ്രതിക്ക് പാകമാകില്ല എന്ന് കണ്ടു. അയാളെ വെറുതെ വിട്ടു. പിന്നീട് അയാൾ വിദേശത്ത് പോയി അവിടെ ഒരു അപകടത്തിൽപ്പെട്ട് മരിക്കുകയോ മറ്റോ ഒക്കെ ചെയ്തു. അയാൾ അവിടെ ഒരു കൊലപാതക കേസിലൊക്കെ പിന്നീട് പ്രതിയായെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അവിടെയാണ് നമ്മുടെ ഒരു നിയമ സംവിധാനത്തിൻ്റെ ഒരു ദുർഗതി എന്ന് പറയുന്നത്. 3 പതിറ്റാണ്ടുകൾ ഈ കേസ് ഇങ്ങനെ രാജുവിനെ പിന്തുടർന്നു. അതിനുശേഷം അയാൾ മന്ത്രിയായി, MLA ആയി, മന്ത്രിയായി നാട് ഭരിച്ചു. പിന്നീടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു പാപത്തിൻ്റെ ഫലം എന്ന വണ്ണം ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് നെടുമങ്ങാട് കോടതി അയാൾക്ക് 3 വർഷം തടവ് ശിക്ഷ വിധിച്ചത്. കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത് കൊണ്ടാണ് ആന്റണി രാജുവിന് നെടുമങ്ങാട് വിചാരണ കോടതി ശിക്ഷ വിധിച്ചത്. ശിക്ഷ വിധിച്ചതോടുകൂടി ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അയോഗ്യനായി ആന്റണി രാജു. പിന്നീട് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി പറഞ്ഞത് സുപ്രീം കോടതിയിൽ പോയിട്ടും കാര്യമില്ല, എന്തായാലും തിരിച്ചടിയാകും ഫലം എന്നുള്ളതാണ് അന്ന് ഹൈക്കോടതി വളരെ രൂക്ഷ പരാമർശത്തോടുകൂടി പറഞ്ഞു വെച്ചത്. ആന്റണി രാജു ഈ പരാമർശം, കോടതിയുടെ പരാമർശം നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതി സമീപിച്ചു. പക്ഷേ കോടതി അത് നീക്കം ചെയ്യാൻ തയ്യാറായില്ല. പിന്നീട് ആന്റണി രാജു നേരെ പോയത് സുപ്രീം കോടതിയിലേക്കാണ്. ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് വിധി വന്നിരിക്കുന്നു. ആന്റണി രാജുവിന് തിരിച്ചടിയാണ് നേരിട്ടിട്ടുള്ളത്. അത് സ്റ്റേ ചെയ്യാനോ, അതായത് ശിക്ഷാവിധി സ്റ്റേ ചെയ്യാനോ റദ്ദ് ചെയ്യാനോ സുപ്രീം കോടതി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഇത് ആന്റണി രാജുവിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയാണ്. ഒരു കുറ്റകൃത്യം, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കുറ്റകൃത്യം, അതായത് നിയമ സംവിധാനത്തെ പോലും കബളിപ്പിക്കുന്ന ഒരു കുറ്റകൃത്യമാണ് ആ ഒരു അടിവസ്ത്രം അടിച്ചു മാറ്റി അത് കൃത്രിമം കാണിച്ചതിലൂടെ ആന്റണി രാജു ചെയ്തത്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം. എത്ര ലക്ഷം രൂപ കിട്ടിയാലും എന്തൊക്കെ നേട്ടങ്ങളുണ്ടായാലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ആന്റണി രാജു ചെയ്തത്. അദ്ദേഹം കരുതി ഇനി ഒരിക്കലും പിടിക്കപ്പെടില്ല, അധികാരമുണ്ട്, പാർട്ടിയിൽ ഞാൻ MLA ആണ്, മന്ത്രിയാണ്, അതുകൊണ്ട് തന്നെ പിടിക്കപ്പെടില്ല എന്നുള്ള ഒരു ധാരണ അയാൾക്കുണ്ടായിരുന്നു. ആ ധാരണയാണ് 3 പതിറ്റാണ്ടുകൾക്കിപ്പുറം തെറ്റിയത്. രാജ്യത്തെ പരമോന്നത കോടതി പോലും ഇപ്പോൾ ആ കേസ് റദ്ദ് ചെയ്യാൻ, അദ്ദേഹത്തിൻ്റെ ശിക്ഷാവിധി റദ്ദ് ചെയ്യാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു നേട്ടത്തിന് വേണ്ടിയായിരിക്കണം ആന്റണി രാജു അന്നത് ചെയ്തത്. എന്തെങ്കിലും ഒരു സാമ്പത്തിക നേട്ടം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ തൻ്റെ കരിയറിൽ ഒരു പ്രമാദമായ ഒരു കേസിൽപ്പെട്ട ഒരു പ്രതിയെ രക്ഷപ്പെടുത്തി, അതെന്ത് കൃത്രിമം കാണിച്ചിട്ടായിരുന്നാലും രക്ഷപ്പെടുത്തി എന്നുള്ള ഒരു ബോധ്യം, ഒരു പ്രചാരണം അന്ന് സജീവമായിട്ടുണ്ടാകാം. അതുകൊണ്ട് കൂടുതൽ കേസുകൾ കിട്ടാം. അങ്ങനെ പല അഭിഭാഷകരുമുണ്ടല്ലോ. എന്ത് ചെയ്തു കഴിഞ്ഞാലും നമ്മളെ രക്ഷിച്ചു കൊണ്ടുപോകുന്ന ചില അഭിഭാഷകരൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു അഭിഭാഷകനായിരുന്നു BA ആളൂർ. ആ ആളൂരിന് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ അവസാനം കണ്ടതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ നമ്മൾ ചെയ്യുന്ന പാപങ്ങളുടെ ഫലം അനുഭവിക്കാതെ ഒരിക്കലും നമ്മൾക്ക് ഈ ഭൂമിയിൽ നിന്ന് പോകാൻ കഴിയില്ല എന്ന്. അതാണ് ആന്റണി രാജുവിന് സംഭവിച്ചിരിക്കുന്നത്. ആന്റണി രാജുവിന് അന്ന് സാമ്പത്തിക നേട്ടമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും പിന്നീട് അദ്ദേഹത്തിന് ഒരു 30 കൊല്ലത്തോളം അദ്ദേഹത്തെ പിന്തുടരുന്നത് ജട്ടി രാജു എന്നൊരു വിളിപ്പേരാണ്. ഒരു നല്ലൊരു നമുക്ക് എല്ലാവർക്കും പലർക്കും ഇരട്ടപ്പേരൊക്കെ ഉണ്ടാകാം. അത് പക്ഷേ ഈ ജട്ടി എന്നൊക്കെയുള്ള, അല്ലെങ്കിൽ അടിവസ്ത്രത്തിന് ഒരു ബന്ധപ്പെടുത്തിയ ജട്ടി എന്നൊക്കെയുള്ള ഒരു വിളിപ്പേര് കൊണ്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര അപമാനകരമാണ്. മന്ത്രി ആയതുകൊണ്ടാണ് അദ്ദേഹത്തെ ആരും പരസ്യമായത് വിളിക്കാത്തത്. മന്ത്രി അല്ലായിരുന്നുവെങ്കിൽ, മന്ത്രി ആയിട്ട് കൂടി സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഈ ഒരു പേര് നിരന്തരം ആൾക്കാർ വിളിച്ചിരുന്നു അദ്ദേഹത്തെ. അപ്പോൾ മന്ത്രി ആയതുകൊണ്ടാണ് പലരും പരസ്യമായി വിളിക്കാൻ തയ്യാറാകാത്തത്. പക്ഷേ ഇന്ന് ആന്റണി രാജുവിനെ സംബന്ധിച്ചിടത്തോളം വന്നിരിക്കുന്നത് തീർത്തും ഒരു തിരിച്ചടി തന്നെയാണ്. ഇവിടെയാണ് നമ്മുടെ നിയമ സംവിധാനത്തിൻ്റെ ഒരു പിടിപ്പുകേട് കൂടി വ്യക്തമാകുന്നത്. 30 കൊല്ലങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഈ ഒരു കേസ് ഉണ്ടായിട്ട്. ഇതൊക്കെ ഒരു 2-3 വർഷങ്ങൾക്കിപ്പുറം
ഈ വിചാരണ നടത്തി ശിക്ഷ വിധിക്കേണ്ട ഒരു കാര്യങ്ങളായിരുന്നു. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ആന്റണി രാജു ഒരിക്കലും ഒരു MLA ആകുമായിരുന്നില്ല, ഒരു മന്ത്രിയാകുമായിരുന്നില്ല. നമ്മുടെ നികുതി പണമെടുത്ത് ഇങ്ങനെ നമ്മുടെ മുന്നിൽ കൂടി നിയമ സംവിധാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നടക്കുമായിരുന്നില്ല. അതൊക്കെ ഈ നിയമ സംവിധാനത്തിൻ്റെ കഴിവുകേടാണ്. ഒരു കേസുണ്ടാകുമ്പോൾ അത് പതിറ്റാണ്ടുകളോളം നീട്ടിക്കൊണ്ട് പോവുക എന്ന് പറഞ്ഞാൽ അത് നീതി നിഷേധിക്കപ്പെടുന്നതിന് തുല്യമാണ്. എത്രയോ പേർ നീതി കിട്ടാതെ മരണപ്പെട്ടിട്ടുണ്ട്. അവരോടൊക്കെ ചെയ്യുന്ന ഒരു നീതികേടാണ് ഇത്തരത്തിൽ നീതി വൈകിപ്പിക്കുക എന്നുള്ളത്. നിസ്സാര കാര്യങ്ങളുമായി പലരും കോടതിയെ സമീപിക്കും, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കായി കോടതിയെ സമീപിക്കും. അങ്ങനെ കോടതിയുടെ സമയമൊക്കെ ഒരുപാട് നഷ്ടപ്പെടും. ഇപ്പോൾ പോലീസൊക്കെ പല കാര്യങ്ങളും സ്വാധീനമുള്ളവരും രാഷ്ട്രീയക്കാരുമൊക്കെ അവരവരുടെ നേട്ടത്തിനായി ഇത്തരത്തിലുള്ള പരാതികളൊക്കെ കൊടുക്കാറുണ്ട്. ആ പരാതികളുടെയൊക്കെ പിന്നാലെ പോലീസ് പോകുമ്പോൾ അത് അനാവശ്യമാണെന്ന് അറിഞ്ഞിട്ട് കൂടി, ഉദാഹരണത്തിന് ഇവിടെ വീണ ജോർജിൻ്റെ കഴുത്ത് തല്ലി ഒഴിച്ച കേസ്, അതിപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന്. എത്രയോ പോലീസുകാർ എത്രയോ മണിക്കൂറുകൾ അവർ സാധാരണക്കാരായ ജനങ്ങൾക്ക് കൊടുക്കേണ്ടിയിരുന്ന ഒരു സമയം, അവരുടെ നീതിക്ക് വേണ്ടി ചിലവാക്കേണ്ടിയിരുന്ന സമയമാണ് ഈ ഒരു കേസിലൂടെ നഷ്ടമായത്. കോടതിയുടെ സമയം. അതുപോലെ എറണാകുളത്തുള്ള ഒരു CPMകാരിയായ ഒരു വനിതയെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ അഡ്വക്കേറ്റ് KM ഷാജഹാനെ പോലീസ് തിരുവനന്തപുരത്ത് വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ സംഭവം. പൊതുഖജനാവിന് എത്ര രൂപയാണ് നഷ്ടം? ഇത്തരത്തിൽ ഡീസൽ അടിച്ചു വന്ന് ഈ ഒരാളെ അവിടുന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ പോലീസുകാരുടെ നഷ്ടം, കോടതിയുടെ സമയനഷ്ടം, ഇതൊക്കെ ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നീതി കിട്ടേണ്ടവർക്ക് നീതി കിട്ടാതെ പോകുന്നത്. ഇതിനൊക്കെ ഒരു മാറ്റം വരണം. ഇത്തരത്തിൽ വ്യക്തിവൈരാഗ്യം തീർക്കാനൊക്കെയായി പലരും പരാതി കൊടുക്കുമ്പോൾ അത് വ്യാജമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ, അത് കഴമ്പില്ലാത്തത് ആണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ കോടതി അത്തരക്കാരെ ശിക്ഷിക്കാനുള്ള ഒരു നടപടി ഉണ്ടാക്കണം. അങ്ങനെ ഉണ്ടായാൽ മാത്രമേ ഇത്തരം പ്രവണതകൾക്കൊരു മാറ്റം വരൂ. അങ്ങനെ വരുമ്പോൾ സാധാരണക്കാരന് കൃത്യമായ സമയത്ത് ഒരു പരിധിവരെ നീതി ലഭ്യമാവുകയും ചെയ്യും. എന്തായാലും ആന്റണി രാജുവിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഉറക്കം വരാത്തൊരു രാത്രി കൂടിയായിരിക്കും. അതാണ് അയാൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ശിക്ഷ. ഈ അധികാരത്തിൻ്റെ രുചി അറിഞ്ഞവന് പിന്നെ അത് ഇല്ലാതെ ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല. അങ്ങനെ ജീവിക്കാൻ കഴിയുന്നവർ വളരെ തുച്ഛമായിട്ടുള്ള ആൾക്കാർ മാത്രമായിരിക്കും. അല്ലാത്ത അധികാരമോഹികൾക്ക് അല്ലെങ്കിൽ അധികാരം ആസ്വദിക്കുന്നവന് ഒരിക്കലും അധികാരമില്ലാതെ ജീവിക്കാൻ കഴിയില്ല. ആന്റണി രാജുവൊക്കെ ആ ഒരു ഗണത്തിൽപ്പെടുന്നവരാണ്. അയാളൊക്കെ മന്ത്രിയായി കഴിഞ്ഞാൽ ഈ നാടിനൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല, ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല. അയാൾക്കും അയാളുടെ കുടുംബത്തിനും അല്ലാതെ യാതൊരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല. ഇത്തരക്കാരെയൊക്കെ മന്ത്രിയായി കോടതിയുടെ കസ്റ്റഡിയിൽ സൂക്ഷിച്ചിരുന്ന തൊണ്ടി മുതൽ മോഷ്ടിച്ചെടുത്ത് അതിൽ കൃത്രിമം കാണിച്ച് പ്രതിയെ രക്ഷപ്പെടുത്തിയ ഒരാൾ നമ്മളെ ഭരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഒരു അവസ്ഥ നമ്മുടെ ഒരു ജനാധിപത്യ രീതിയുടെയും നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെയും ഒക്കെ ഒരു ഗതികേട് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നെടുമങ്ങാട് വിചാരണ കോടതി 3 വർഷത്തെ ശിക്ഷയാണ് ആന്റണി രാജുവിന് വിധിച്ചിരിക്കുന്നത്. ഇനി എന്താകും ആന്റണി രാജുവിൻ്റെ ഭാവി എന്ന് നമുക്ക് കണ്ടറിയാം. ചിലപ്പോൾ പൂജപ്പുര ജയിലിലേക്കായിരിക്കും രാജ്യത്തെ പരമോന്നത കോടതി പോലും ആ ശിക്ഷ മരവിപ്പിക്കുകയോ റദ്ദാക്കുകയോ ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം അത് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി രാജുവിൻ്റെ പോക്ക് പൂജപ്പുരയിലേക്ക് ആയിരിക്കാനാണ് സാധ്യത.